നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ പേടിപ്പെടുത്തുന്നത്. 4 ആഴ്ചയും കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. സന്തോഷം സമാധാനമൊക്കെ ഉണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തൊരു സമയം നമ്മൾ ജോലി ചെയ്ത് കളയും. നമുക്ക് ആകെ 4000 ആഴ്ചകളെ ഭൂമിയിലുള്ളൂ മൊത്തം. എൻ്റെ ഒരു ജീവിതത്തിലൊരു വലിയൊരു നഷ്ടം ഉണ്ടായിരുന്നു. നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. വെരി ഇൻട്രീഗിങ് ആയിട്ടൊരു ബുക്കല്ലേ. ശ്യാം, യെസ്, അനദർ ബുക്ക് അനദർ ഡേ. എങ്കിലും നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ്. വെരി ഇൻട്രീഗിങ് ആയിട്ടൊരു ബുക്കല്ലേ. 4000 വീക്സ് ടൈം ആൻഡ് ഹൗ ടു യൂസ് ഇറ്റ്. ഒലിവർ ബർഗ്മാൻ എന്ന വലിയ എഴുത്തുകാരൻ്റെ ഒരു ബുക്കാണ്. എനിക്ക് ഈ ബുക്ക് ഭയങ്കര പേടിയാണ് സത്യം പറയാനോ. കാരണം ഇത് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടേ നമ്മൾ ഇത് ഈ ബുക്ക് കാണുമ്പോൾ നമ്മൾ 4000 ആഴ്ചകൾ എന്താണെന്ന് നമുക്ക് പറയാം. പക്ഷെ എങ്ങനെ പറയാം, ഇത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ പേടിപ്പെടുത്തുന്നത്. നമ്മളെല്ലാ ബുക്കും തുടങ്ങുന്ന പോലെ എങ്ങനെയാണ് ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നത്? എന്ത് ഡിഫറൻസ് ആണ് ലൈഫിൽ ഈ ബുക്ക് കൊണ്ടുണ്ടായത് ശ്യാമിന്? ഞാൻ ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നത് വളരെ രസമുള്ളൊരു കഥയായിരുന്നു. കാരണം ഞാൻ ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മളൊരു സോർട്ട് ഓഫ് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് എൻ്റെ ഒരു സമയം എനിക്ക് തിരിച്ച് കിട്ടി ആക്ച്വലി. അപ്പം ഞാൻ ഒരു ഡീഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പറന്ന് നടന്നിരുന്ന സമയത്ത് ഞാൻ ഇത്രയും കൂടിയൊക്കെ എൻ്റെ ഒരു എഫേർട്ട് കൊണ്ട് ഞാനൊന്ന് ഒരു ക്വയറ്റർ മോഡിലേക്ക് എത്തി. എനിക്കൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജോലി ഇപ്പോൾ ലിജിന് അറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് കേൾക്കണവർക്ക് അറിയണ്ടാവില്ലായിരിക്കും, നമ്മളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു എയ്ഡ്സ് കെയർ സെക്ടറിൽ. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ കൂടുതലും പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. കാരണം അവരുടെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവസാനത്തെ മാസങ്ങളിൽ, എൻ്റെ ടെഡ് ടോക്ക് തന്നെ അങ്ങനെയാണല്ലോ, ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് 1000 days. പക്ഷേ അത്രയും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തായിരുന്നു ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. എൻ്റെ ജോലിയുടെ ഒരു ഭാഗം അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു സ്ത്രീ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലയൻ്റ് ആയിരുന്നു, ഒരു പേഷ്യൻ്റ് ആയിരുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, എനിക്കിനി 4 ആഴ്ചയും കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറേ കോളംസ് കള്ളികളായിട്ടുള്ളൊരു സംഭവം. അപ്പം എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു യങ് ലേഡി ആയിരുന്നു, ഒരു 60-65 വയസ്സോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ക്യാൻസർ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു അസുഖമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചേക്കാൾ നേരത്തെയാണ് ഞാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയാണ് എൻ്റെ അടുത്ത് ഈ 4000 വീക്സ് എന്ന് പറഞ്ഞ ആ പുസ്തകത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ എന്നെ ഉപദേശിക്കുകയും ചെയ്തു ആ സ്ത്രീ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഒരു ഉള്ളിൽ കൊണ്ട് നടക്കണ ഒരു തരം കുറച്ച് വാക്കുകളായിരുന്നു പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ പുള്ളിക്കാരി പറഞ്ഞ ആ കലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഴ്ചകൾ, ജീവിതത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു കലണ്ടറായിരുന്നു. ഞാൻ ആ കലണ്ടർ ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ അതുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ ഒലിവർ ബർഗ്മാൻ പറയണത്, നമുക്കൊരു 80 വർഷത്തോളം ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ ആവറേജ് ഒരു മനുഷ്യൻ ജീവിക്കാൻ മാക്സിമം പോണത് 80 അല്ലെങ്കിൽ അതിലും കൂടുതൽ പോണ ആൾക്കാരുണ്ടായിരിക്കാം. ഒരു വർഷത്തിൽ ഏകദേശം 50-52 ആഴ്ചകൾ വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ നമുക്ക് ആകെ 4000 ആഴ്ചകളെ ഭൂമിയിലുള്ളൂ മൊത്തം. എനിക്ക് കുറച്ച് സമയത്തേക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, നമുക്ക് ഒരു വർഷത്തിൽ 52 ആഴ്ചയുള്ളൂ. ഇത്രയും സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 വർഷം എന്ന് പറഞ്ഞാൽ അവർ ഇവിടത്തെ ഒരു നമ്പർ വെച്ച് പറഞ്ഞതാണ്. ഗ്ലോബലി മനുഷ്യൻ ജീവിക്കേണ്ടത് 72 വർഷമാണ് മാക്സിമം. ആ ഒരു ആവറേജ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഓരോ രാജ്യങ്ങളിൽ അത് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത്. പക്ഷേ ഏകദേശം ആ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്ന ഏകദേശം ആ സമയത്തിന് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു നഷ്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു സഹോദരത്തുല്യനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എനിക്ക് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എൻ്റെ ഒരു അത്രയും അടുപ്പമുള്ള ഒരാൾ, എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഓൾ ഓഫ് എ സഡൻ ഒരു ഭൂമിയിൽ നിന്ന് പോയി. കുറച്ച് നാൾ മുമ്പ് ജുവലിന്റെ കഥ പറഞ്ഞ പോലെ ഒലിവർ ബർഗ്മാൻ പറയണത് നമുക്ക് 4000 ആഴ്ചകളെ ജീവിക്കാനുള്ളൂ, അതും ഗ്യാരണ്ടീഡ് ഒന്നുമല്ല, ഇതെപ്പോൾ വേണമെങ്കിൽ തീരാം നമ്മുടെയൊക്കെ ജീവിതം. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംഭവം വായിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കസിൻ ബ്രദറിന്റെ മരണവും ഇതെല്ലാം കൂടി അപ്പോൾ എൻ്റെ ഒരു ലൈഫിനെ തന്നെ മൊത്തത്തിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു ഈ പുസ്തകത്തിൽ വായിച്ചതിന് ശേഷം. സോ ബേസിക്കലി അതാണ് 4000 days എന്ന് പറയുന്നത്, 4000 വീക്സ് എന്ന് പറയുന്നത്. 4000 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇൻ സെയിങ് ദാറ്റ് അതിനകത്ത് എന്തൊരു സമയം നമ്മൾ ജോലി ചെയ്ത് കളയും. അതെ, ലൈഫിൽ എവിടെയാണ് പ്രയോറിറ്റി വേണ്ടത് എന്ന് തന്നെയാണ് ഈ ബുക്കിന്റെ ഒരു കോറ്. വാട്ട് ഈസ് 4000 വീക്സ് ഫോർ യു? ലൈക്ക് എങ്ങനെയാണ് ആ ഒരു ചിന്തേനെ അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു ഫീലിങ്ങിനെ ഹൗ ഡിഡ് യു യൂസ് ഇറ്റ്? 4000 ആഴ്ചകൾ
ആഴ്ചകൾ ലിജിൻ അതിന് നമുക്ക് 2-3 രീതിയിൽ കണക്കിടാം. 4000 ആഴ്ച നമുക്ക് പറയുമ്പോൾ ഉണ്ടെങ്കിലും നമ്മൾ എത്ര പ്രായമായി എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു 30 വയസ്സായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, എൻ്റെ വയസ്സല്ല, റാൻഡം 30 വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ ഏകദേശം 1500 ആഴ്ചകളായി അദ്ദേഹം ജീവിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി എത്ര ആഴ്ചകൾ ബാക്കിയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഒരു 40 വയസ്സായിട്ടുള്ള ആളാണെങ്കിൽ എത്ര ആഴ്ചകൾ നമുക്കിന് കയ്യിലുണ്ട്. നമ്മൾ മുന്നിലോട്ട് ഒത്തിരി ചിന്തിക്കാറില്ല, പക്ഷെ നമുക്ക് ബാക്കിയുള്ളത് ഇത്രയേ ഉള്ളൂ എന്ന് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരും. അല്ലെങ്കിൽ നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് മാറ്റം വരും. അപ്പം നമ്മൾ കഴിഞ്ഞ പുസ്തകങ്ങളിലെല്ലാം പറഞ്ഞ പോലെ ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് ഫോക്കസ് ചെയ്യാനായിരുന്നു. പക്ഷെ ഫോക്കസ് കിട്ടിയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അതൊരു ഒരു സംഭവമല്ല. കാരണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ എനിക്ക് അറിയാം, എൻ്റെ സമയം, എൻ്റെ ചിന്തകൾ, എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. ഇപ്പം എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഞാൻ എന്ത് എൻ്റെ ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, അതിനാണ് ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ അതിനെ ഫോക്കസ് ചെയ്യാനേക്കാളും കൂടുതൽ ഒരു പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയില്ലേ. ഇപ്പോൾ അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു ക്ലാരിറ്റി വന്നത് ഈ ബുക്ക് ചെയ്താ, അല്ല നമുക്ക് അങ്ങനെ ഒരു തോട്ട് കിട്ടിയത്. അല്ല, ഉറപ്പായിട്ടും നമുക്കൊരു എൻഡ് ഉണ്ടെന്ന് എപ്പോഴും, മരണമാണ് ആകെ ഉറപ്പുള്ള കാര്യം എന്ന് എപ്പോഴും നമ്മളെപ്പോഴും പറയുന്നതാണ്. അതിനൊരു നമ്പർ ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി റിയൽ ആയി തീരും അല്ലേ. അത് തിരുക്കൂട്ടി നമുക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി അല്ലേ. നമുക്ക് എത്രയോ ആൾക്കാർ എത്രയോ മരണങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കണം, നമ്മൾ കാണണോ, നമ്മൾ കേൾക്കണോ. അതിനൊരു അർത്ഥം വരാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള സമയങ്ങളിൽ എങ്ങനെ നമ്മൾ ജീവിതം വേണം എന്ന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയത് ഈ ബുക്ക് ചെയ്താൽ. എനിക്ക് ശ്യാം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്യാമ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, പ്രായ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും ഗിൽറ്റി അബൌട്ട് സംതിങ് ഉണ്ട്. ഏറ്റവും വലിയ ഗിൽറ്റ് വരുന്നത് വെച്ചാൽ ആ സമയം നന്നായിട്ട് ഭൂമിയിലുണ്ടായിരുന്ന സമയം നന്നായിട്ട് ഉപയോഗിച്ചില്ല എന്നാണ്. അത് വെരി റിവീലിംഗ് ആയിരുന്നു എനിക്ക്. പക്ഷേ അതിനൊരു പേര് ബർഗ്മാൻ പറയുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഗിൽറ്റ്. എങ്ങനെ സമയത്ത് ഉപയോഗിച്ചു എന്നുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത്, ഞാൻ ആ പ്രായത്തിൽ ഉള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് അറിയാം അവരുടെ ജീവിതത്തിൽ ദിവസങ്ങളെ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ മാസങ്ങളെ ബാക്കിയുള്ളൂ. പക്ഷെ അവരുടെ അടുത്ത് സംസാരിക്കും നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിന് ഇങ്ങേ കലക്കിൽ നിന്നിട്ട് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള നമുക്കൊരു ക്ലാരിറ്റി വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി ഗിൽറ്റി എന്ന് പറയുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്ത് നമ്മളൊരു കുറേ അധികം മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കമൻറ്റ് ചെയ്ത പോലെ ഞാൻ 12 വർഷത്തോളമായിട്ട് എൻ്റെ ജീവിതം എൻ്റെ കയ്യിലില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു വേദനയുണ്ടല്ലോ. അത് ആ വേദന ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ. നമ്മളത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു സമയത്തേക്ക്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു റിഗ്രറ്റ് ഇല്ലാണ്ട് ജീവിക്കാനായിട്ട്, ഇപ്പം നമുക്ക് ഇനിയുള്ള സമയത്ത് നമുക്ക് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും സമയം ഇതിനു വേണ്ടി കളഞ്ഞല്ലോ എന്ന് ആലോചിക്കാത്തൊരവസ്ഥയില്ലേ, അതിനെ ആലോചിക്കാൻ ഇടവരാത്തൊരവസ്ഥയുണ്ടല്ലോ, അതിലേക്ക് ഈ പുസ്തകം എന്നെ സഹായിച്ചായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഇപ്പോഴുള്ള ആളുകൾ, ഇപ്പം നമ്മളിത് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് എത്ര -80, ലെറ്റ്സ് സേ 80 ഒരു ആവറേജ് ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഇൻറ്റു 52 എത്ര ആഴ്ച 50 എടുത്താൽ മതി. എത്ര ആഴ്ച നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്ന് ചെക്ക് ചെയ്യാം അല്ലേ. അതെ. ആൻഡ് അതിനകത്ത് നിന്ന് നിങ്ങളുടെ വർക്ക് ചെയ്യാനുള്ള സമയം, ഇപ്പോൾ 60 വയസ്സ് വരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ആഴ്ചയിൽ 5 ദിവസം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ 8 മണിക്കൂർ വെച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര ദിവസം നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്ന് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ജീവിതത്തിൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദിവസങ്ങളോ സമയങ്ങളോ ഒന്നുമില്ല അല്ലേ. നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒലിവർ ബർഗ്മാൻ പറയുന്ന കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രാക്ടിക്കൽ ടേക്ക് അവേ എന്ന് പറയാം, നമ്മൾ ജീവിതത്തിന് മുന്നോട്ട് നോക്കുമ്പോൾ എങ്ങനെ നമ്മൾ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് കാണിക്കേണ്ട ഒരു പ്രാക്ടിക്കൽ കാര്യങ്ങളുണ്ട്. അത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം, നമ്മളോട് തന്നെ സമ്മതിക്കണം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അത് എനിക്കൊരു പോയിന്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേ സമയം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ബിസിനസ് ചെയ്യണം, 100,000 കാര്യങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബർഗ്മാൻ പറയണത് നമുക്ക് കുറച്ച് സമയമുള്ളൂ, നിനക്ക് ഇത്രേ ആഴ്ചയുള്ളൂ, നീ എന്ത് ചെയ്യണം എന്ന് നീ ആലോചിക്കുക, അതിൽ നിന്ന് എടുക്കണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഓക്കെ, നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല. ഇല്ല, സത്യമാണ്. അപ്പം നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിൽ ഒലിവർ ബർഗ്മാൻ പറയണ ഒരു കാര്യമുണ്ട്, അത് എൻ്റെയും കൂടി ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം. കാരണം ഞാൻ എൻ്റെ ഇത്രയും പ്രായമുള്ള ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ മരണക്കിടക്കയിൽ കിടക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കിടന്ന അറിവുണ്ടല്ലോ, അതൊരു സ്വർണ്ണമാണ്. അതിൽ നിന്ന് നമുക്ക് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന അറിവില്ല. സത്യം. എല്ലാവരും പറഞ്ഞത് കാര്യം അവർക്ക് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടത് അവരുടെ ഫാമിലി ആയിരുന്നു എന്നാണ് അല്ലേ. പിന്നെ ആരും അവർക്ക് ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഒരാൾ പോലും ആഗ്രഹിച്ചിട്ടില്ല.
ജോലി കൂടുതൽ ചെയ്യായിരുന്നു, ജോലി കൂടുതൽ ചെയ്യായിരുന്നു എന്നല്ല, കാരണം ജോലി കൂടുതൽ ചെയ്യായിരുന്നു. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് എല്ലാവരുടെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ, നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നണ കാര്യം അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നണ കാര്യം എന്തെങ്കിലും ഉണ്ടെന്ന് കൂടുതൽ പേരും പറഞ്ഞേക്കണത്, ഞാൻ ഒത്തിരി സമയം പൈസയ്ക്ക് പുറകെ ഓടി, അല്ലെങ്കിൽ ജോലിക്ക് പുറകെ ഓടി, പൊസിഷനും ഇതിനൊക്കെ പുറകെ പോയി എൻ്റെ കുറേ സമയം പോയി. അതെനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെ ചിലവഴിക്കായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കൂടെ ചിലവഴിക്കായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു വലിയൊരു തിരിച്ചറിവായിരുന്നു. പിന്നെ ഒരു കാര്യം അവോയ്ഡ് കൺവീനിയൻസ് കൾച്ചർ. ഇന്നത്തെ കാലത്ത് എല്ലാം കൺവീനിയൻസാണ് നമ്മൾ നോക്കുള്ളൂ. നമ്മൾ ഊബർ ഈറ്റ്സ് അത് മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് കുറച്ചിട്ട് നമുക്കൊരു ഫാമിലിയുടെ കൂടെ ഒന്നിച്ച് കുക്ക് ചെയ്ത് ഒന്നിച്ച് ആസ്വദിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ആണ്. കാരണം മെജോറിറ്റി ആൾക്കാരും അതിനും റിലയൻ്റ് ആയിപ്പോ അത്തരം കാര്യങ്ങളിലേക്കും അതില്ലാണ്ട് പറ്റില്ല എന്നുള്ള പോലെ തന്നെ നമ്മൾ ഫോൺ അഡിക്ഷൻ പോലെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മളൊരു ഫാമിലി ഒന്നിച്ചിരുന്ന് ഇരിക്കുക, ഭക്ഷണം കഴിക്കാണ്ട് അല്ലെങ്കിൽ ഒന്നിച്ചില്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ടേക്ക് അവേ എടുത്ത് നമ്മളെല്ലാത്തിലും കൺവീനിയൻസ് ആണല്ലോ നോക്കണത്. അപ്പോൾ ബർഗ്മാൻ ആ കൺവീനിയൻസ് ഒഴിവാക്കുക. നമ്മളുള്ള സമയം നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒരു ചെറിഷിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ നോക്കാം. അതൊരു രസമുള്ള സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു വെരി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടേക്ക് അവേസ് ആണ്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അത് പറഞ്ഞത് വെച്ചാൽ നമ്മളൊരു പ്രൊക്രാസ്റ്റിനേറ്റ് ഓൺ പർപ്പസ്. അതായത് നമ്മൾ കാര്യങ്ങൾ മുന്നിലോട്ട് നമ്മൾ ചെയ്യാതെ ഒഴിച്ച് മാറ്റി വയ്ക്കുക. കാരണം നീ തീരുമാനിക്കുക ചെയ്യാതെ മാറ്റി കൊണ്ടുപോവാ ഓൺ പർപ്പസ്. അതായത് നിനക്കറിയാം അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യമല്ലാന്ന്, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. എന്നിട്ട് ആ സമയം നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ നമ്മൾ കഴിഞ്ഞ 1-2 പുസ്തകങ്ങൾ പോലെ എൻജോയ് ബോർഡം എന്ന് പറയില്ലേ, നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സമയം ആസ്വദിക്കുക, നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള സമയങ്ങൾ ആസ്വദിക്കുക. പിന്നെ നമ്മൾ മലയാളീസ് എപ്പോഴും നമ്മൾ ഒത്തിരി നമ്മുടെ ഒരു ലെഗസി കീപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബർഗ്മാൻ പറയുന്നത് നിന്റെ ലെഗസി മേക്ക് ഇറ്റ് ഒരു ഗുഡ് ഇനഫ് ലെഗസി മതി. അത് നിനക്ക് നിന്റെ മക്കളെയോ അല്ല നമ്മുടെ അടുത്തുള്ള ആൾക്കാർക്കോ ഒരു നല്ലൊരു ലെഗസി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാം. അപ്പം അതൊക്കെ എനിക്കൊരു ഭയങ്കര ഒരു മുത്തും പവിഴം എന്ന് പറയുന്ന പോലെയായിരുന്നു. അത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആളുകൾ ഒട്ടും ഞാൻ ഈ ബുക്ക് വായിക്കുന്നവർ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്നുവെച്ചാൽ ഡെത്തിനോട് അടുത്ത്, മരണത്തോട് അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്, ചിന്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് അല്ലേ. എനിക്കൊന്ന് ഈ ബുക്കിൻ്റെ ഒരു ബേസിക് തിങ് എന്ന് വെച്ചാൽ പ്രയോറിറ്റിയാണ്. അല്ലേ? അപ്പം ഹൗ ക്യാൻ വി പ്രയോറിറ്റൈസ് ആസ് പെർ ബർഗ്മാൻ? എന്താണ് വാട്ട് ഈസ് ദ തീം? എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ അതിലൊരു ഞാൻ ഈ ബുക്കിൽ നിന്ന് എൻ്റെ തലയിൽ കയറിയ ഒരു സംഭവമുണ്ട്. യു ഹാവ് ടു ലേൺ ഹൗ ടു സേ നോ. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് പറ്റില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സമയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ സമയം. നമ്മൾ മലയാളികൾക്ക് നമ്മൾ പൊതുവെ എല്ലാവർക്കും ഒരു സംഭവമുണ്ട്, നമ്മളെല്ലാത്തിനും യെസ് മൂളും, എന്നിട്ട് പിന്നെ നമുക്കത് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമ്മൾ സമയത്തിന് വാല്യൂ ചെയ്യാന്ന് പറയില്ലേ, സമയത്തിന് മൂല്യം കൊടുക്കുക അല്ലെങ്കിൽ സമയത്തിനെ ആസ്വദിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ട ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു സേ നോ ടു തിങ്സ് ദാറ്റ് നമുക്ക് പ്രയോറിറ്റി ചെയ്യാണ്ടാത്ത കാര്യങ്ങളോട് നോ പറയാം. അത് മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, ഈവൻ നമ്മളോട് തന്നെ ആയിക്കോട്ടെ. ഫോൺ എടുക്കണമെന്ന് വേണ്ടാന്ന് പറയാണല്ലോ, അത് നമ്മൾ പറഞ്ഞിരുന്ന പോലെ. അപ്പോൾ അത്തരം ഇൻസ്റ്റിങ്ക്റ്റിനോട് നോ പറയാൻ പഠിക്കുക. അത് ഞാനൊരു പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്, എനിക്കത് ഇഷ്ടമുള്ളൊരു കൺസെപ്റ്റാണ്. പിന്നെ വേറൊരു കാര്യത്തിൽ നമുക്കിപ്പോൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാമെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. അതിനെ കോൾവാൻ തന്നൊരു ഒരു രസകരമായിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് 40 വയസ്സാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ലിറ്ററലി നമ്മൾ 40 വയസ്സാണെങ്കിൽ 40 × 50 നമ്മളൊരു 2000 ആഴ്ച തീർന്നു. തിരിഞ്ഞു നോക്കുക, കഴിഞ്ഞ 2000 ആഴ്ചകളിലെ 2000 നമ്മൾ ആഴ്ചകൾ തീർന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 3000 ഒരു എത്ര ഉണ്ടാവുമായിരിക്കും, ഒരു 1500 ഒക്കെ ഉണ്ടാവുള്ളൂ. ഡിഫൻസ് ഇതിൽ ഗ്യാരണ്ടി ഇല്ല. 4000 തന്നെ ഉണ്ടായിക്കൊള്ളുന്ന ഒരു ഗ്യാരണ്ടി ഇല്ല. തിരിഞ്ഞു നോക്കിയിട്ട് നിനക്ക് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 3 കാര്യങ്ങൾ പിക്ക് ചെയ്യുക. കഴിഞ്ഞ 30 വർഷം എന്ന് പറയണതിനേക്കാളും അല്ലെങ്കിൽ 40 വർഷം എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ 2000 ആഴ്ചകളിൽ തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പിക്ക് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഈസി ആയിരുന്നു. ഞാനത് ഒത്തിരി എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ലായിരുന്നു. എൻ്റെ ഒരു ഫാമിലി എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. അല്ലെങ്കിൽ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സർക്കിള്, അതെനിക്ക് പിക്ക് ചെയ്യണം. അപ്പോൾ ആ പിക്ക് ചെയ്യണ കാര്യങ്ങളിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള നമുക്ക് തന്നെ ഉറപ്പില്ലാത്ത ആഴ്ചകളിൽ ഫോക്കസ് ചെയ്യാൻ. അപ്പം ഞാൻ എന്നോട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഫാമിലി എനിക്കിഷ്ടമായിരുന്നു, എനിക്കിഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അതിന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള സംഭവം. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം, എനിക്ക് ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എനിക്കിഷ്ടമായിരുന്നു. അത് ഞാൻ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്.
പിന്നെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം ബിസിനസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നമുക്ക് ആൾക്കാരിലേക്ക് നന്മ വരാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ജീവിതം വാല്യൂ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ലത് ഉണ്ടാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുക. അതുപോലെ ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഓരോരുത്തർക്കും ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ എത്ര നാൾ ജീവിച്ചു അതിനെ ഒരു 50 കൊണ്ട് ഗുണിച്ച് അതിൽ ചെയ്ത ആഴ്ചകളിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് 3 കാര്യം എടുത്ത് മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം നമുക്ക് ഇതിനും കൂടി പർപ്പസ്ഫുൾ ആവാം എന്നാണ് ബർഗ്മാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചലഞ്ച് ആയിട്ട് കൊടുക്കാം. അതെ, നമുക്ക് നോക്കാം. കമന്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ 3 കാര്യങ്ങൾ കഴിഞ്ഞ നിങ്ങൾ എത്ര നാൾ ജീവിച്ചായിരുന്നോ അത്രയും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് എപ്പോഴും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ. ചിലപ്പോൾ ജോലി ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ആവാം, നമുക്കറിയില്ല. അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ അവരെന്തിനാണ് വാല്യൂ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കാം. അത്തരം 3 കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യാം. നമുക്കറിയാലോ അതെ അതെ അവരുടെ ഒരു ചിന്തകൾ എന്താണെന്ന് നമുക്കറിയാം, നമുക്ക് പഠിക്കുകയും ചെയ്യാം. സത്യമായിട്ടും. ഓക്കെ, ബ്യൂട്ടിഫുൾ. എനിക്കൊന്ന് ഈ ഒരു ബുക്ക് ശരിക്കും പെയിൻഫുൾ ആണ് മേടി. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വെരി പെയിൻഫുൾ ആണ് ഇത് വായിക്കുക എന്നുള്ളത്. കാരണം ഇപ്പം എൻ്റെ ഒരു ഏജിൽ ഏകദേശം പകുതിയായി, ഏകദേശം ഏജ് പറയുന്നുണ്ടെങ്കിൽ പോലും പകുതിയായി. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമ്മൾ മിസ്സായതുപോലെ, കുറേ സമയം നമുക്ക് മിസ്സായതുപോലെ തോന്നുന്നു. അത് ആഴ്ചക്കണക്കിൽ പറയുമ്പോഴും ദിവസക്കണക്കിൽ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര പെയിൻഫുള്ളാണ്. ബട്ട് ഐ ആം ഡിറ്റർമൈൻഡ്. ഞാൻ 2000 ആഴ്ചകൾ ജീവിക്കണമെങ്കിൽ, ഞാൻ എംബോയ്സിൽ ജീവിക്കുകയാണെങ്കിൽ ഐ ആം ഡിറ്റർമൈൻഡ് ടു മേക്ക് ഇറ്റ് വർത്ത്. അതെ, എനിക്കറിയാം എൻ്റെ പ്രയോറിറ്റി ഉണ്ടാകുന്നത്. ഞാൻ ആ പ്രയോറിറ്റി ഫോക്കസ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്ത് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ. ഈ ബുക്ക് തീരുമ്പോൾ നമ്മളെല്ലാ ബുക്കുകളും തീരുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്, റിച്വലാണ്. ഇഫ് ദർ ഈസ് വൺ തിങ് സാം, ഇഫ് യു വാണ്ട് ടു ടേക്ക് out of this book, what would it be? ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഒരു ജോയ് ഓഫ് മിസ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം. ജോയ് ഓഫ് മിസ്സിങ് ഔട്ട്, ജോമോ. നമ്മൾ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്. ഒരു കാര്യം നഷ്ടപ്പെട്ടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇത് പറഞ്ഞത് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട്. നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെടുന്നതിൽ സന്തോഷിക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പ്രയോറിറ്റൈസ് ചെയ്ത്. ഞാനൊരു കാലത്ത് കൊണ്ടു നടന്നിരുന്ന ഒരു സംഭവം, ഞാൻ എൻ്റെ ജോലി അങ്ങനെ ഉപേക്ഷിച്ച ഒരാളാണ് ഫോർ മെനി റീസൺസ്. അപ്പോൾ അതുപോലെ നമുക്ക് അങ്ങനെ ജോലി ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളങ്ങനെ ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് പ്രയോറിറ്റൈസ് ചെയ്തിരുന്ന ഒരു കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ പ്രയോറിറ്റിയിലില്ല. കാരണം എനിക്ക് കൂടുതൽ അറിവ് വരുമ്പോൾ, കൂടുതൽ തിരിച്ചറിവ് വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മാറ്റി വയ്ക്കുകയാണ്. എനിക്ക് ഇപ്പോൾ പ്രയോറിറ്റി അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും വേണം എന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതെനിക്ക് മീനിങ് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം നല്ലൊരു പ്രാക്ടീസ് ചെയ്യണം. അത് നല്ലതല്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട, അല്ല നമ്മൾ ആവശ്യമില്ലാത്ത ശീലങ്ങൾ ഉപേക്ഷിക്കുക. ഉള്ള സമയം നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കുക. നമുക്ക് കുറച്ച് ആഴ്ചകളേ ഉള്ളൂ. നമ്മൾ തന്നെ പത്രം തുറന്ന് അറിയില്ല, പേടിപ്പിക്കാൻ പറയണതല്ല. എത്രയോ പേര് എത്രയോ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകണം. അത് അവർ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭയാനകമാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ലോകത്ത് എല്ലാ ആക്സിഡന്റും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ. സത്യം. എനിക്കൊന്ന് പല ഈ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് പറഞ്ഞപ്പോൾ ഇത് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവർ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ നമ്മൾ എന്തോരം സമയം കളഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ആ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് അവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ. അതെ, അതൊരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ താഴെ വന്ന് ദ ഇൻസ്പയർഡ് ഫോക്സ് എന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് ആ അമ്മച്ചി പണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കാണിച്ചെന്ന കലണ്ടർ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ അതിൻ്റെ കലണ്ടറിൻ്റെ കോപ്പി PDF നമുക്ക് അയച്ചു കൊടുക്കാം. അല്ലേ, അപ്പോൾ അതിനകത്ത് മാർക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അതെ. എൻ്റെ കയ്യിൽ കലണ്ടർ ഞാൻ മാർക്ക് ചെയ്ത് വെക്കണതാണ്. ഒരാഴ്ച കഴിയുമ്പോഴും ഞാൻ ഒരു ചെറിയ ബോക്സ് ഞാൻ ടിക്ക് ചെയ്യും. ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു, അത് കഴിഞ്ഞതാ. സമയം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് അങ്ങനെ നമ്മൾ അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എങ്ങോട്ടുള്ള സമയത്തിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമല്ലോ. നമ്മൾ റാൻഡം നമ്മളങ്ങനെ ഓടി നടന്നുകൊണ്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലേ? ഓക്കെ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സാം. എന്നും ഉള്ള പോലെ തന്നെ അടിപൊളി ഒരു ടോക്കായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ബുക്ക് ലിറ്ററലി തിരിച്ചു വന്നു, റിമൈൻഡഡ് ആയി, പിന്നെ പേടി വന്നു. ഓക്കെ, എനിവേ ഇറ്റ്സ് വണ്ടർഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. നമ്മളതിനകത്ത് ഒത്തിരി വെരി ഇൻഫോർമേറ്റീവ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. അപ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ബിസിനസിനെ കുറിച്ചും ഇതിനെക്കുറിച്ചുള്ള നമ്മൾ ആ ഒരു ബിസിനസ് മാസ്റ്റർ ക്ലാസ് തുടങ്ങിയത്, നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് തുടങ്ങിയിട്ട് ഞങ്ങളൊരു വലിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നീട് വരുന്നതായിരിക്കും. യൂട്യൂബിലും വരുന്നതാണ്. പക്ഷേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഒന്നിച്ച് വളരാം. അതെ, നമുക്ക് എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അടിപൊളി. ഓക്കെ, താങ്ക് യു സാം. സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു.